കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന രംഗത്ത് പ്രശ്നങ്ങളുണ്ടാക്കിയ റെയിൽവേ മേൽപ്പാലങ്ങൾ ഇക്കാര്യത്തിൽ സമയബന്ധിതമായി ഒരു പൂർത്തീകരണം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളൊരു തീരുമാനം. അതനുസരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾക്ക് മുൻഗണന കൊടുക്കാൻ തീരുമാനിച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസ് കൂടി വേണ്ടതും പണി പൂർത്തീകരിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ മാത്രം അവശേഷിക്കുന്നതുമായ പാലങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുകയുണ്ടായി. അങ്ങനെ വരുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന വർക്കുകൾ 9 എണ്ണം. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ അസിസ്റ്റൻസ് കൊടുക്കാൻ ഉള്ള തീരുമാനമാണ് പ്രധാനമായിട്ട് എടുത്തത്. അത് 9 പാലങ്ങൾ നന്ദി, മുഴുപ്പിലങ്ങാട്, കൊരട്ടി, പാലക്കാട് വിക്ടോറിയ കോളേജ്, പുല്ലേപ്പടി, പാലക്കാട് ടൗൺ, ബേക്കൽ, കടുക്കാങ്കുന്ന് പാലക്കാട്, അത്താണി, ഇങ്ങനെ 9 റെയിൽവേ മേൽപ്പാലങ്ങൾ ഇപ്പോൾ പ്രവൃത്തി നടന്നു വരുന്നതും എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയതുമാണ്. ഇത് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അസിസ്റ്റൻസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നതാണ് ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് ഇത് നിർമ്മാണം ആരംഭിക്കാനും സമയബന്ധിതമായി പൂർത്തിയാക്കാനുമുള്ള സാഹചര്യം ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകമായൊരു പരിശോധന നടത്തുകയുണ്ടായി. അത് 2 ഘട്ടമായി തിരിക്കാനാണ് തീരുമാനിച്ചത്. ഒന്നാമത്തെ ഘട്ടത്തിൽ അടിയന്തരമായി ഇപ്പോൾ ആരംഭിക്കാൻ കഴിയുന്നത് റെയിൽവേ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്ന 8 പാലങ്ങളുണ്ട്. ആ 8 പാലങ്ങളും അടുത്ത ഘട്ടമെന്ന നിലയിൽ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തീരുമാനമെടുക്കുകയുണ്ടായി. അത് പരപ്പനങ്ങാടി, പൊന്നുരുന്നി, കൈനാട്ടി, കുഞ്ഞിപ്പള്ളി, പയ്യന്നൂർ, കൊയിലാണ്ടി, ദേവദാർ, തിരുനാവായ, ഇങ്ങനെയാണ് എൻ്റെ പേരുകൾ. ഈ 8 പാലങ്ങൾ റെയിൽവേ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നതാണ്. അടുത്ത തുടങ്ങാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. ഈ 8 എണ്ണവും അടുത്ത ഘട്ടം എന്ന നിലയിൽ തുടങ്ങാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അവശേഷിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യത്തിൽ മുൻഗണനാക്രമം നിശ്ചയിച്ച് ഏതെല്ലാം എത്രമാത്രം സമയത്തിനുള്ളിൽ ആരംഭിക്കാൻ കഴിയുമെന്നുള്ളത് പരിശോധിച്ച് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള തീരുമാനം ഇന്നെടുക്കുകയുണ്ടായി. അത് PWD ചെയ്യുന്നതാണ്. പിന്നെയുള്ള ഒരു പ്രധാന കാര്യം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഈ പാലങ്ങളുടെ പ്രവൃത്തി നടത്തി വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വന്നിരിക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യത, ഹഡ്കോയുമായി ബന്ധപ്പെട്ട് വന്ന ബാധ്യതകളടക്കമുണ്ട്. നേരത്തെ പൂർത്തീകരിച്ച പാലങ്ങൾ 13 പാലങ്ങൾ നേരത്തെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ ആ പാലങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായി എടുത്തിരുന്ന പ്രധാനപ്പെട്ട തീരുമാനം ടോൾ വ്യവസ്ഥയിൽ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ തുക തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു. അത് കേരളത്തിലൊരു പൊതുധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കോർപ്പറേഷൻ രൂപീകരിച്ചതും അങ്ങനെയാണ് പണികൾ തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഈ പാലം 13 എണ്ണം തുറന്നു കൊടുത്തെങ്കിലും ടോൾ പിരിക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് തീരുമാനം എടുത്തിരുന്നത് നടപ്പാക്കാതിരുന്നതുകൊണ്ട് വലിയ ക്രൈസിസ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഉണ്ടായി. തുടർന്ന് പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഇത്തരം കാര്യങ്ങൾ പുനരാരംഭിക്കണം എന്നുള്ളൊരു ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ധനകാര്യമന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് ഇന്ന് ഇപ്രകാരം യോഗം നടന്നത്. അതിലെടുത്തൊരു പ്രധാന തീരുമാനം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് അവർക്ക് വന്നിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായ അസിസ്റ്റൻസ് അടിയന്തരമായി ചെയ്യേണ്ടത് ചെയ്യാനുള്ളൊരു തീരുമാനം കൂടി ഇന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് ബന്ധപ്പെട്ട അവർക്ക് ഹഡ്കോ അടക്കമുള്ള ഏജൻസികളുമായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ചർച്ച ചെയ്ത് ഇപ്പോൾ ഉള്ള ക്രൈസിസ് പരിഹരിക്കുന്നതിനുള്ള അവരുടെ പ്രപ്പോസൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യും. അത് പരിഹരിക്കുന്നതാണ് എന്ന് ഫിനാൻസ് മിനിസ്റ്റർ യോഗത്തിൽ അറിയിക്കുകയുണ്ടായി. അത് പ്രകാരമുള്ള തീരുമാനമാണ് എടുക്കുന്നത്. പിന്നെ വരുന്നത് കേരളത്തിലെ ബൈപ്പാസുകളാണ്. ബൈപ്പാസുകളുടെ കാര്യത്തിൽ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡൽഹിയിൽ ചർച്ച ചെയ്തപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NH47 NH17 വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ അലൈൻമെൻറ്റ് കടന്നു പോകുന്ന ഭാഗങ്ങളിലുള്ള ബൈപ്പാസുകൾ ദേശീയപാത വികസന പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്താം എന്നാണ് ഒരു ധാരണ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൊല്ലം ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ്, തലശ്ശേരി ബൈപ്പാസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എന്നാൽ വർഷങ്ങളായി നടക്കാതെ മുടങ്ങിക്കിടക്കുന്നതുമായ ഇത്തരം പദ്ധതികൾ
ഇങ്ങനെ ഒരു നിർദ്ദേശം അവർ വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ അതുപോലെ തന്നെ കൊച്ചിയുമായി ബന്ധപ്പെട്ടുള്ളത് അവിടുത്തെ 4 ഫ്ലൈ ഓവർ അടക്കം വരുന്ന അപ്പോൾ NHAയുമായി നടത്തിയിരിക്കുന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രവൃത്തികൾ ഇപ്പോൾ അതിൻ്റെ DPR തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 മാസത്തിനകം ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് അന്തിമ രൂപം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ അതിൽ ഈ ബൈപ്പാസുകൾ കൂടി ഉൾപ്പെടുത്തി പ്രവൃത്തി ചെയ്യാം എന്നുണ്ടായിരിക്കുന്ന ഒരു ധാരണ അടിസ്ഥാനത്തിൽ കാര്യം ഇന്നത് ചർച്ച ചെയ്തെങ്കിലും തൽക്കാലത്തേക്ക് അതിന് തന്നെ മുൻഗണന കൊടുക്കുക. ആ നിലയിൽ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എങ്കിൽ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി തന്നെ ചെയ്യുക എന്നുള്ള ധാരണയുള്ളത്. അതിന് കഴിയാത്ത ഒരു സുവിശേഷം ഉണ്ടാകുകയാണെങ്കിൽ ഏതായാലും ബൈപ്പാസുകൾ പൂർത്തീകരിക്കുക എന്നുള്ളതിന് പ്രത്യേകമായി തീരുമാനമെടുത്തു. അതിന് കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീണ്ടും ചർച്ച ചെയ്ത് ആവശ്യമായ സഹായങ്ങൾ ധനകാര്യ വകുപ്പ് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ NHAയുടെ തലത്തിൽ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ സ്റ്റേറ്റ് ഹൈവേകളിൽ വരുന്ന മറ്റ് ബൈപ്പാസുകൾ, പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിൽ ജില്ലാ ഹെഡ്ക്വാർട്ടറുകളിലെല്ലാം വരുന്ന ബൈപ്പാസുകൾ നിരവധി പ്രദേശങ്ങളിലുണ്ട്. ഇത് സംബന്ധിച്ച് ഏതാണ്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പരിഗണനയിലുള്ള പ്രപ്പോസലുകൾ ഏതാണ്ട് 40ഓളം കേരളത്തിലെ ബൈപ്പാസുകളുടെ കാര്യത്തിലാണ്. ഇതിനൊരു മുൻഗണനാക്രമം, ഇത് 40 എണ്ണവും ഒരുപോലെ നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിന് ഉള്ളൊരു തീരുമാനം ഇന്ന് എടുക്കുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും ആവശ്യകതയും ഏറ്റവും കൂടുതൽ കാലമായി ആവശ്യപ്പെടുന്നതിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു ലിസ്റ്റ് കൂടി ഇക്കാര്യത്തിൽ തയ്യാറാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ 40 പ്രപ്പോസലുകൾ നിലനിൽക്കുന്നതിൽ നിന്നും ഏറ്റവും അത്യന്താപേക്ഷിതമായി നടപ്പാക്കേണ്ടതിന് മുൻഗണന കൊടുത്ത് ആദ്യഘട്ടം എന്ന നിലയിൽ കുറേ ബൈപ്പാസുകൾ തീരുമാനിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ബഡ്ജറ്റിൽ ബഹുമാന്യനായ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നതുപോലെ ഹെവി മെയിൻ്റനൻസ്, അത് ലോങ് ടൈം മെയിൻ്റനൻസിൻ്റെ ഒരു പദ്ധതി അനൗൺസ് ചെയ്തിരുന്നു. അതിൽ ഒന്നാമത്തെ പരിഗണന ശബരിമല റോഡുകളുടെ കാര്യത്തിലാണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത്. ശബരിമല റോഡുകൾ എല്ലാ വർഷവും അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് അത് പലപ്പോഴും വർക്കുകൾ തൃപ്തികരമായി നടക്കാതെ വരുന്നതും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇടവരുന്നതും ഒക്കെ സാഹചര്യമുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വമാണ് അവിടെ പ്രവൃത്തി നടത്തിയിരുന്നത്. റോഡുകൾ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയിരുന്നു. ഇപ്രാവശ്യം അത് ഈ സീസൺ വേനൽ മഴയെ തുടർന്നും റോഡ് മോശമാകാത്ത നിലയിൽ തന്നെ നിലനിൽക്കുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദീർഘകാലത്തേക്ക് ഉള്ള ഒരു ക്രമീകരണം മുന്നോട്ട് നടക്കുന്ന വർക്കുകളിൽ ഉണ്ടാകണം എന്ന ഗവൺമെൻറ് തീരുമാനം ബഡ്ജറ്റിൽ വന്ന ഡിക്ലറേഷൻ ഇപ്രാവശ്യം നടപ്പാക്കുക. അതിൻ്റെ ഭാഗമായി ശബരിമല റോഡുകൾ, കേരളത്തിൽ അങ്ങനെ പ്രധാനപ്പെട്ട റോഡുകളുടെ കാര്യത്തിൽ ദീർഘകാലത്തേക്കുള്ള കരാർ, ഹെവി മെയിൻ്റനൻസിൽ ചെയ്യുന്ന വർക്കുകൾ ദീർഘകാലത്തേക്ക് അറ്റകുറ്റപ്പണികൾ കൂടി എടുക്കുന്നവർ തന്നെ ചെയ്യുന്ന നിലയിലേക്ക് ഉള്ള ഒരു ക്രമീകരണം തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ശബരിമല റോഡുകൾ ഈ വർഷം തന്നെ നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തു. അതുകൊണ്ട് അതിൻ്റെ പത്തനംതിട്ട, കോട്ടയം 2 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരോട് അടിയന്തരമായി തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി അത് ഗവൺമെൻറ് പരിശോധിച്ച് തീരുമാനം എടുക്കുന്നതും വരുന്ന ശബരിമല സീസണ് മുൻപായി ഈ 5 വർഷക്കാലത്തേക്കുള്ള വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഈ പ്രവൃത്തി ആദ്യഘട്ടം എന്ന നിലയിൽ ശബരിമല റോഡുകളുടെ കാര്യത്തിൽ നടപ്പാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് അടിയന്തര പരിഗണന കൊടുത്ത് നടപ്പാക്കേണ്ട പദ്ധതികൾ എന്ന നിലയിൽ ചർച്ച ചെയ്ത് ആദ്യഘട്ടം എന്ന നിലയിൽ അനൗൺസ് ചെയ്യുന്നു.